ലോക രാഷ്ട്രീയത്തിൽ തന്നെ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല, കാരണം നമ്മുടെ ചർച്ചകൾ നേരത്തെ നടന്നതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി വ്യക്തമായിട്ട് ഈ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ ട്രംപിസം എന്നറിയപ്പെടുന്ന തിയറികളെയൊക്കെ മാറ്റിവെച്ചിട്ട് അതിനെതിരായിട്ടും ഒരു കാര്യവും പറയാതെ അത് ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് മാത്രമാക്കി തീർത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിജയമായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ബയലാറ്ററൽ റിലേഷൻഷിപ്പിനെ ശക്തിപ്പെടുത്തുക. ബൈഡൻ തന്നെ തീരുമാനിച്ച പുതിയ ടെക്നോളജി ജെറ്റ് എൻജിൻസ് ഒക്കെ ഇന്ത്യക്ക് തരാനുള്ള സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഡിഫൻസിലായാലും ട്രേഡിലായാലും റിപ്പാട്രിയേഷൻ, ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ ഇന്ത്യൻസ് ആയാലും ഇതിലെല്ലാം ഇന്ത്യയും അമേരിക്ക തമ്മിലുള്ള പുതിയ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. നമുക്കൊരു ആനുകൂല്യം കൂടെ വന്നിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനിലുള്ള ഇപ്പോഴത്തെ ആകാംക്ഷ, അമേരിക്ക എവിടെ നിൽക്കുമെന്നുള്ളത് ആകാംക്ഷ കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലുണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇന്ത്യയോടുള്ള ബന്ധത്തിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ നമുക്കെതിരായിട്ടൊന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയല്ല, യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിലും വർധനയുണ്ടാകുമെന്നുള്ള ഒരു ഹാപ്പി സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ. ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടാൻ ഹമാസ് വിസമ്മതിച്ചിരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ഗാസ മുനമ്പിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചു. ഗാസയിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകൾ തടഞ്ഞു. വരും ദിവസങ്ങളിൽ ഗാസയുടെ സ്ഥിതി എന്താണ്? ഏത് സമയത്തും ഇസ്രായേൽ അവിടെ വീണ്ടും യുദ്ധം തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവർക്കൊന്നും താല്പര്യമില്ല. പ്രസിഡന്റ് ട്രംപ് തുറന്നു പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ പാലസ്തീനിയൻസിനെ അവിടെ നിന്ന് മറ്റു അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ട് ഗാസയെ ഒരു റിസോർട്ടാക്കാനും അതിനെ ഒരു മോഡേൺ സിറ്റി ആക്കാനും ഒക്കെ ശ്രമിക്കുന്നതായി അദ്ദേഹം കാണിക്കുന്നു. അതൊരു റിയൽ എസ്റ്റേറ്റ് പോലെയാണ് അദ്ദേഹം അതിനെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു റിയൽ എസ്റ്റേറ്റായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റില്ല. പാലസ്തീൻ എന്നുള്ളൊരു രാജ്യം ഉണ്ടായില്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ആ വഴിയിൽ അദ്ദേഹം പോവുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഹമാസ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ, അവരുടെ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇനിയും യുദ്ധം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി. വൈറ്റ് ഹൗസിൽ നിന്ന് നേരിടേണ്ടി വന്ന അപമാനത്തിന് ശേഷവും അമേരിക്കയെ തള്ളിപ്പറയാൻ സെലൻസ്കി പരിപൂർണമായി തയ്യാറാകുന്നില്ല. ഒടുവിൽ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, "We understand the importance of America and we are grateful for all the support we have received from the United States" എന്നാണ്. ഇപ്പോഴും അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണ യുക്രൈൻ പ്രസിഡന്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അത് യൂറോപ്യൻ യൂണിയൻ കാരണം അത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മിനറൽസ് എഗ്രിമെൻറ്റിൽ കാര്യത്തിലും ഒരു സീസ് ഫയർ വേണമെന്നുള്ള കാര്യത്തിലും ട്രംപ് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സെലൻസ്കിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. യുദ്ധം അവസാനിക്കുന്നത് അദ്ദേഹത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ സെലൻസ്കി പെട്ടെന്ന് ഈ സംഭവം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ വെന്റ് ഇസ് എക്സ്ട്രാ മൈൽ ടു സേ അദ്ദേഹത്തിന് അമേരിക്കയോട് നല്ല ബന്ധം വേണമെന്നും അത് സ്ഥാപിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. അത് രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ അത് ചെയ്യുന്നത് റഷ്യയെ സഹകരണത്തിൽ എടുത്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ റഷ്യയെ ഐസൊലേറ്റ് ചെയ്യാതെ ഒരു സഹകരണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സെലൻസ്കിക്കും യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും നല്ലതായിരിക്കും എന്നാണ് നമുക്കുള്ള തോന്നൽ. യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഉലച്ചിലേക്ക് പോകുമ്പോഴും ട്രംപ് സെലൻസ്കി ഏറ്റുമുട്ടലിന് പിന്നാലെ യുഎസിലുടനീളം യുക്രൈൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്തിന് വെളിയുള്ള വിമർശനങ്ങൾ ട്രംപ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ രാജ്യത്തിനകത്ത് നിന്ന് ഉയരുന്ന വിമർശനങ്ങളെ എങ്ങനെ ട്രംപ് നേരിടും? അതെപ്പോഴും ഉള്ളതാണല്ലോ. അതൊരു സ്വതന്ത്ര രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ആണെങ്കിലും പ്രസിഡന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, എതിർത്ത് പെരുമാറാം, അതൊക്കെ സാധാരണമാണ് അമേരിക്കയിലുള്ളത്. ഏത് ഗവൺമെൻറ് ആയാലും അതിനെക്കുറിച്ചുള്ള പ്രതിഷേധം യൂത്തുകളിൽ നിന്ന് തുടങ്ങി റേസിൻ്റെ ഒരു കോൺഫ്ലിക്റ്റായിട്ട് മാറി, അങ്ങനെ അമേരിക്കയിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊരു സീരിയസ് സിറ്റുവേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇൻറ്റേർണൽ ഡെമോക്രസി ആയതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുമെങ്കിലും പ്രസിഡൻറ്റിനാണ് പരമാധികാരം.
ആ പരമാധികാരം ഉപയോഗിച്ച് അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇന്റേണലായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും കലുഷിതമാകാൻ സാധ്യതയില്ല.